ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയാണെങ്കിൽ ഗംഗാധരനോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് അവിഹിതത്തിന് സൗകര്യം ഒരുക്കി. അത്രയ്ക്ക് അധപ്പതിച്ചവളല്ല ഈ വൈജ, ഇതിന് കൂട്ടു നിൽക്കാൻ ഗംഗേട്ടന് നാണയില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ വൈജയുടെ മുഖത്ത് അടി വീണിട്ടുണ്ടാവും കേട്ടോ ഗംഗാധരൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഗംഗാധരൻ പറയും, മിണ്ടരുത് നീ ആരടി? നല്ല പ്രായത്തിൽ മതിച്ച് നടന്നവളല്ലേ നീ? ബാലചന്ദ്രനെ കുറിച്ച് അപവാദം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടിയുള്ളത്? നിന്റെ ആഗ്രയിലെ കഥയൊക്കെ അറിഞ്ഞാലേ നിന്റെ മക്കള് തന്നെ തൂക്കിയെടുത്ത് നിന്നെ മീനച്ചിലാറ്റിൽ എറിയും എന്നൊക്കെ പറയുമ്പോൾ വൈജ ആകെ പമ്മി നിൽക്കുവാട്ടോ. ഇതൊക്കെ കുട്ടികൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് വൈജ അപ്പോഴൊക്കെ പതുക്കെ നോക്കിയിട്ട് മക്കളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണേ. മക്കളാണെങ്കിൽ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് കേട്ടിട്ട്. അപ്പോഴും നമ്മുടെ ഗംഗാധരനെ നിർത്തുന്നില്ല കേട്ടോ. എത്ര തവണ ഇവളോട് പറഞ്ഞു, എന്നിട്ടുണ്ടോ കേൾക്കുന്നു? അവളുടെ ഒരു സദാചാരം എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ മാലതി വന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടാ, മക്കള് നിൽക്കുന്നു, എല്ലാവരും കേൾക്കട്ടെ. എന്തിനാ നമ്മൾ ഇതൊക്കെ പറയുന്നേ? നീലഗിരിയിൽ നിന്ന് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു കുടുംബം നിലനിന്ന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോ ഇവൾ ഇത് നശിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ഗംഗാധരൻ മക്കളുടെ മുന്നിലൂടെ അങ്ങ് നടന്നു പോവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് സ്റ്റക്കായി നിൽക്കാണ് അലീനയും ബബിയും കൃഷ്ണമോളും രോഹിത്തും